ഹായ് ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ തൃശ്ശൂർക്കാണ്. അപ്പം എൻ്റെ ഉപ്പച്ചിക്ക് ലീവ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞ് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയാലോന്ന്. അപ്പം എൻ്റെ പറഞ്ഞ് തൃശ്ശൂർ സൂക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ റെയിൽവേയിലെത്തി ട്രെയിൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് വന്ദേ ഭാരതം പോണത്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മിച്ചും ഇങ്ങനെ കുരുത്തക്കേടാട്ടിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് വരാനുള്ള ട്രെയിൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ള ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ട്രെയിനിലധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും സീറ്റ് കിട്ടി. നല്ല സുഖമായിരുന്നു ഇരുന്ന് പോവാൻ. അങ്ങനെ ഞാനും എൻ്റെ മൂത്തൻ്റെ മോളും മിച്ചുമോളും കൂടി മേലത്തെ സീറ്റിലിരുന്ന് ഞങ്ങളിരുന്ന് കണ്ടപ്പോൾ ജന്നമോളും കൂടി കയറാം. ഓള് കരഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 12 മണിയായപ്പോൾ തൃശ്ശൂരെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി. അങ്ങനെ ഞങ്ങൾ സൂവിൻ്റെ ഉള്ളിൽ കയറി കാഴ്ചകളൊക്കെ കാണുന്നു. ആദ്യം തന്നെ പക്ഷികളെ ഇരുന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഓരോന്നും കാണുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ അതാ എമുണ്ട്, പിന്നെ വെള്ളിമൂങ്ങളുണ്ട്, പിന്നെ ഒട്ടകപക്ഷി, മാന്, കടുവ, പുലി, സിംഹം, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോളിട്ടാ. ഒട്ടകപക്ഷി എണീക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അത് എണീക്കണില്ല. അപ്പോൾ അവിടെ പാർക്കുണ്ട്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്കൊക്കെ കളിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അറിഞ്ഞ് 5 വയസ്സ് താഴെയുള്ളവർക്കേ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മിച്ചും ജനമോളും കളിക്കുകയാണ്. ജനമോൾക്കല്ല കേടായിരിക്കണം അതിലൊക്കെ കളിക്കുമ്പോൾ. ജനമോളും മിച്ചും കുറേ നേരം പാർക്കിലൊക്കെ കളിച്ച്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി. പാമ്പിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് പിന്നെ പോയത്. പാമ്പായതുകൊണ്ട് കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് പോയി. പല ഐറ്റം പാമ്പുകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ കണ്ടതിൻ്റെ ശേഷം ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ചാവക്കാട്ട് ബീച്ചിൽ പോയി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ബായ്.